ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു അമ്മപ്പട്ടിയുടെയും രണ്ട് കുട്ടികളുടെയും വീഡിയോ. അമ്മപ്പട്ടി അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അത് എസ് എൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പുതിയ റോഡില്ല, പുതിയ റോഡ് വരുന്ന വഴിയാണ് കുട്ടികളും അമ്മപ്പട്ടി. ഇത് കണ്ടോ? ഇപ്പോൾ വണ്ടി പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതുങ്ങൾ കണ്ടോ, അമ്മയുടെ കൂടെ റോഡ് ക്രോസ് ചെയ്ത്. ഇപ്പോൾ ഞാനിവിടെ വണ്ടി എടുത്തപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഡോഗുകൾ കണ്ടോ എന്നെ നോക്കി ഇവിടെ ഒന്ന് നിൽക്കുക. കണ്ടോ, ഇപ്പോൾ ആരൊക്കെയോ ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടോ, റോഡ് പാസ് ചെയ്യുന്നുണ്ടോ. അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. കുറെ ആളുകളോട് ഞാൻ പറഞ്ഞു എടുത്തോളാം. അപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു ദൂരത്തുള്ളവരൊക്കെയാണ്. അപ്പോൾ അവർ വന്ന് എടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ട്. ഇതുണ്ട്, റോഡ് പാസ് ചെയ്യുക. അയ്യോ, ഞാൻ വിചാരിച്ചു വണ്ടി കയറിയാണ്. ഇങ്ങനെ റിസ്ക് ആണ് ഇതുങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പൊ നമ്മളൊരു മനസ്സറിവ് കൊണ്ട് പറഞ്ഞാൽ ഇതുങ്ങളെ ആർക്കെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഇതിനെ ഒന്ന് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഉണ്ട്. അമ്മപ്പെട്ടി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ആരൊക്കെയോ ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റിസ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പയ്യൻ വന്ന് എടുത്തോളാന്ന് പറഞ്ഞാൽ പയ്യൻ ഇന്നെ വരെ വന്ന് എടുത്തിട്ടില്ല. സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടോ, ഈ പ്ലോട്ട് ചെറിയൊരു ബിൽഡിംഗ് ആയിട്ടുള്ളായിരുന്നേ. ഇവിടെ നേരത്തെ JCB ഒക്കെ ഒന്ന് മണ്ണെടുത്തപ്പോഴേ ഇവിടെ കുറെ ഇത് പ്രസവിച്ച് കിടന്ന് കുറെ പട്ടികളുണ്ടായിരുന്നു. ഇപ്പം നിലവിലുള്ള 2 ഡോഗ് മാത്രമേ ഉള്ളൂ ഉള്ളത്. കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നത് വല്ല എന്തെങ്കിലും പറ്റി പോയെന്ന് തോന്നുന്നു. ഒരു തവണ തള്ളപ്പട്ടി എന്നെ ഇവിടെ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കാണിക്കുന്ന രീതി എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഉണ്ട്. ഇപ്പൊ വേറെ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അത് ജീവിച്ചിരിപ്പില്ലായിരിക്കും. അതൊക്കെ പോയി കാണും. ഇപ്പോൾ ലാസ്റ്റ് ഉള്ളതായിട്ട് തന്നെ ഈ 2 പേരേ ഉള്ളൂ. കുറെ ആളുകൾ എടുത്തോളാം ചേട്ടാ, ഫുഡിന് പൈസ തരാന്നൊക്കെ പറഞ്ഞു. ഫുഡിന് പൈസ ഉണ്ട്, അന്നേരം ഞാൻ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ഞാൻ ഇന്ന് രാവിലെ മേടിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആരോ പൊറോട്ട ഒക്കെ മേടിച്ച് കൊടുത്ത് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഇപ്പോൾ കുട്ടികൾ കണ്ടേ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഇത് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ല, സുരക്ഷിതമാണ്. വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എനിക്കൊന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്പറിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്തത് തൃപ്പൂണിത്തറ SN ജംഗ്ഷൻ കഴിഞ്ഞിട്ട് എരൂർ റൂട്ടാണ്, പുതിയ റോഡ് വരുന്ന വഴിയാണ്. കുറച്ച് അങ്ങോട്ട് മുന്നേക്ക് മെട്രോയുടെ ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കയറിയാൽ മതി. അവിടെയാണ് ഇവരുള്ളത്. കണ്ടോ, നല്ല ഇനത്തിൽപ്പെട്ട എന്തോ ഡോഗാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുക, മഴയൊക്കെ നനഞ്ഞ്. ഇവിടെ ഒരു ബിൽഡിങ്ങും ഇതില്ല, എന്നാലും നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും മഴ നനഞ്ഞിട്ടേ. ഇവിടെ ചെറിയൊരു ട്രാക്ടറൊക്കെ ഉണ്ട്, അതുപോലെ ചെറിയൊരു ഷീറ്റൊക്കെ കമത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇതുങ്ങൾ ഇരിക്കും. പിന്നെ ഇവിടെ കടയുടെ ബിൽഡിങ്ങിൻ്റെ ഇടയിലോ. എന്നാലും മഴ നനഞ്ഞ് ഇതുങ്ങളെ ബസ്സിന്ന് കഴിയുമ്പോഴേ മഴ നനഞ്ഞ് ഇവിടെ ഇരിക്കുന്നതാണ്. ഇപ്പൊ തന്നെ അമ്മപ്പട്ടിക്ക് ആദ്യം ഒരു ആരോഗ്യം ഇല്ലായിരുന്നു പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ പാല് കൊടുക്കാൻ. ഇപ്പോഴാണ് അമ്മപ്പട്ടിക്ക് കുറെ ആരോഗ്യമായപ്പോഴാണ് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ വരെ തുടങ്ങിയത്. കണ്ടോ, കുട്ടികൾ നേരത്തെ പാല് കുടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മപ്പട്ടിക്ക്. കുട്ടികളെ മാറ്റി മാറ്റി വിടുമായിരുന്നു. അതിനും ഹെൽത്ത് ശരിയല്ല. അമ്മപ്പട്ടി വേണ്ടിയിരിക്കുന്നു, കുട്ടികൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അതിൽ അമ്മപ്പട്ടിക്ക് തന്നെ അറിയാം കേട്ടോ. കുറെ ആൾക്കാർ പട്ടി എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ശൈലി ഞാൻ എന്നെ പറഞ്ഞു കേട്ടോ. അപ്പൊ അമ്മ ഡോഗിന് എന്നെ അറിയാം. അപ്പൊ അമ്മ ഡോഗ് ഞാൻ എന്നെ കാണുമ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പൊ കണ്ടില്ലായിരുന്നോ, വണ്ടി കയറണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതല്ല റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ചേട്ടനെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് കുട്ടികളല്ലേ, ഇതൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ വണ്ടി കയറി പോയി കഴിഞ്ഞാലേ ഇത് നല്ല എന്തോ ഇനത്തിൽപ്പെട്ട ഓരോരോ ബ്രീഡുകളുണ്ടല്ലോ. നാടൻ ഇനത്തിൽപ്പെട്ടെന്ന് പറഞ്ഞ ഡോഗുകൾ പല രീതിയിലുള്ള ബ്രീഡുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് ഇതിന് ആവശ്യമില്ലെങ്കിലും വിദേശത്തുള്ളവർക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. വിദേശീയരൊക്കെ ഇവിടെ വന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതുങ്ങളെ കൊണ്ടുപോകും. അങ്ങനത്തെ മഴ വരുന്നുണ്ട്. അതിൽ ഡോഗിനെ എതിർക്കുന്നവരായിട്ടുള്ള കുറെ ആളുകളുണ്ട്, സ്നേഹിക്കുന്നവരും കുറെ ആൾക്കാർ കേട്ടോ. എന്നാലും ഞാനിത് ഒരു രീതി പറയുകയാണെങ്കിൽ നിങ്ങൾ പാവല്ലേ. ഇപ്പൊ തെരുവിൽ ഇങ്ങനെ ആയി എന്നിട്ട് ഇതുങ്ങൾക്കൊരു കിടക്കാനും ഒരിടമില്ല. എന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുമ്പോഴേ നമ്മൾ ഒരിക്കലും ഇതുങ്ങളെ ആട്ടിപ്പായിക്കരുത്. ചില ഡോഗുകളിൽ നിന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കും ദ്രോഹമൊന്നും ആകത്തില്ല ഈ ഡോഗുകളെ. കണ്ടോ, അമ്മപ്പെട്ടിയും കുഞ്ഞുങ്ങളും. പിന്നെ ആദ്യം കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നേ. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇവര് എന്നോട് പേടി മാറി. അമ്മപ്പെട്ടിക്ക് എന്നെ കണ്ടാലറിയാം, ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അവിടെ ഇരുന്നാലും എൻ്റെ അടുത്തേക്ക് ഓടി വരും. ഇപ്പം എൻ്റെ വണ്ടി ഇതൊക്കെ കണ്ടാലറിയാം, ആൾക്കറിയാം. ഞാൻ വൈകിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കും. അപ്പോൾ ഫുഡ് കിട്ടുമെന്നുള്ള കാര്യം ഇവർക്കറിയാം. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഇഷ്ടം തോന്നുവാണെങ്കിൽ നിങ്ങളെ ഒന്ന് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.